السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. പലരും എന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചും വിളിച്ചുമൊക്കെ വിഷമം പറയുന്നു. ഗൾഫിൽ പോയി, പക്ഷേ ജോലി ഇതുവരെയും ശരിയായിട്ടില്ല. ജോലി ശരിയാകുമെന്ന പ്രതീക്ഷയിൽ വിദേശത്തേക്ക് പോയതാണ്. ഇതുവരെയും ജോലി ശരിയാകാതെ മറ്റുള്ളവരുടെ റൂമിൽ വിശ്രമിക്കുകയാണ്, ബുദ്ധിമുട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമം പറയുന്നവരുണ്ട്. അതുപോലെ നാട്ടിലുള്ള പലരും, നാട്ടിൽ തന്നെയുള്ള പലരും ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതുപോലെ വീട്ടിലെ ബുദ്ധിമുട്ട് കാരണത്താൽ ജോലിക്ക് പോകേണ്ട ആവശ്യം വരുന്ന പല സ്ത്രീകളും, അവരും ജോലിയില്ലാതെ പലരും വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ജോലി ശരിയാകാൻ ആവശ്യമായ ദിക്റാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഹലാലായ ശമ്പളം ലഭിക്കുന്ന നല്ല ഒരു ജോലി അതെല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും അത് അത്യാവശ്യമാണ്. പക്ഷെ അത് ഹലാലായ ശമ്പളം ലഭിക്കുന്ന ജോലി ആയിരിക്കണം. ഏതെങ്കിലും ജോലി കിട്ടിയിട്ട് കാര്യമില്ല. ഹലാലായ ശമ്പളം ലഭിക്കുന്ന ജോലി കിട്ടണം, അല്ലെങ്കിൽ ആഖിറം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഞാനിത് പറയാൻ കാരണം ഇൻഷാ അല്ലാഹ് ദിക്ർ പറഞ്ഞു തരാം, എല്ലാവരും ഒന്ന് കേൾക്കണം. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പറഞ്ഞു തരും. ചിലരൊക്കെ പല ജോലികൾ ചെയ്യുന്നവരുണ്ട്. മുമ്പ് ഒരു പ്രായം ചെന്ന ഒരു ഉപ്പാപ്പ എന്റെ വണ്ടിയിൽ കയറി. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകൻ നല്ല ശമ്പളമൊക്കെ ഉണ്ട്, ബാങ്കിലെ മാനേജരാണ്, നല്ല സന്തോഷമാണ്, അൽഹംദുലില്ലാഹ് എന്റെ മോന് ബാങ്ക് മാനേജരായിട്ട് ജോലി കിട്ടി എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ഈ പിതാവ് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാപ്പ, നിങ്ങള് മകന് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുണ്ടെന്നൊക്കെ പറയുന്നല്ലോ, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങളുടെ മകന് നല്ല ശമ്പളമുണ്ട്, നല്ല ജോലിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ വാർദ്ധക്യ സമയത്തും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് എന്ന് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ ലോണ്, പലിശ, ഇതൊക്കെയുമായി ബന്ധപ്പെടുന്ന, ആ ലോൺ എടുക്കുന്നതിനും പലിശ വാങ്ങുന്നതിനും പലിശ കൊടുക്കുന്നതിനുമൊക്കെ ഒപ്പുവെക്കുന്ന പണിയാണല്ലോ നമ്മുടെ ഈ ബാങ്ക് മാനേജർക്കുള്ളത്. അപ്പോ പിന്നെ ഹറാമുമായി ബന്ധപ്പെട്ട ജോലിയല്ലേ. അപ്പൊ ബാങ്കിൽ പൈസ ഇടുന്നതോ അക്കൗണ്ട് എടുക്കുന്നതോ എന്നൊക്കെ ഒരുപാട് ചോദ്യമുണ്ട്. അതിനൊക്കെ മറുപടി ഉണ്ട്. ഇപ്പൊ അത് പറയേണ്ട സമയമല്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അതൊക്കെ സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്നതിന്റെ വിധി എന്താണ്? അക്കൗണ്ട് എടുക്കാൻ പാടുണ്ടോ? ബാങ്കിൽ പൈസ നിക്ഷേപിക്കാൻ പാടുണ്ടോ? അതൊക്കെ ഇസ്ലാമിൽ എല്ലാത്തിനും മസലയുണ്ട്, ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ബാങ്ക് മാനേജർ ആയി ബാങ്കിൽ ജോലി ചെയ്താൽ അത് ഹറാമാണ്, 100% ഹറാമായ ശമ്പളമാണ്. കാരണം പലിശയുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് എന്ന് മാത്രമല്ല, പലിശയ്ക്ക് കൊടുക്കുന്നതിനും പലിശ വാങ്ങുന്നതിനുമെല്ലാം ഒപ്പുവെക്കുകയും സീല് വെക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ബാങ്ക് മാനേജർക്കും അവിടെയുള്ള ജോലിക്കാർക്കും. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്താണ്? ഹറാമായ ശമ്പളമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഹലാലായ ശമ്പളം ലഭിക്കുന്ന ജോലിയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ജോലി ലഭിക്കാൻ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു പരിഹാരമാണ് ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇത് അതുപോലെ ചെയ്യണം. ഇത് കേട്ടു എന്നതിന്റെ പേരിൽ ജോലി കിട്ടൂല. അതുപോലെ പല ആവശ്യങ്ങൾക്കുമുള്ള മന്ത്രങ്ങളും ആയത്തുകളും ദിക്റുകളും ഒക്കെ ഞാൻ പല ക്ലാസ്സുകളിലൂടെയും പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഫലമുണ്ടാവൂല.
ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, ഈ പറയുന്ന ഞാനും ഇതിന്റെ ഫലം കിട്ടണമെങ്കിൽ ഞാനത് ചെയ്യണം. അത് ആവശ്യക്കാർ ചെയ്താൽ ഇതൊന്നും നിർബന്ധമായ കാര്യമല്ലല്ലോ. നിർബന്ധമായ കാര്യമല്ലാത്തത് കൊണ്ട് അത് ആവശ്യക്കാർ ചെയ്യുക. ഇത് പറഞ്ഞു തരുന്ന ഉസ്താദ് ഇതെല്ലാം അങ്ങ് ചെയ്തു കൊള്ളണമെന്നില്ല. അത് ഞാൻ മാത്രമല്ല, വേറെ ഏത് ഉസ്താദുമാരായാലും ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് പറഞ്ഞു തരുന്ന ഇന്ന ദിക്ർ ചൊല്ലിയാൽ ഇന്ന ഫലം കിട്ടും, ഇന്ന ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോ അത് ആവശ്യമുള്ളവർ ചെയ്യുക, ആവശ്യമില്ലാത്തവർ ചെയ്യണ്ട. അത്രയേ ഉള്ളൂ. ഞാനിത് പറയാൻ കാരണം, മുമ്പ് പല ഉസ്താദുമാരുടെ വീഡിയോകൾക്കും കമന്റ് ആയിട്ട് പലരും ആ ഉസ്താദുമാരെ എതിർത്തുകൊണ്ട് ചോദ്യം ചോദിച്ചത് കണ്ടു. നിങ്ങൾ എന്നിട്ട് ഇത് ചെല്ലിയോ, നിങ്ങൾക്കത് കിട്ടിയോ, നിങ്ങളത് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം വേണമെങ്കിൽ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യും. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ആർക്കാണോ ആവശ്യമുള്ളത് അവർ അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ പറഞ്ഞു തരാം. ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരന്മാർ, സഹോദരിമാർ, അവരൊക്കെ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ആലി ഇംറാൻ, സൂറത്തു ആലി ഇംറാനിലെ 73, 74 ആയത്തുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ആ ആയത്തുകൾ സ്ക്രീനിൽ കാണാം. സൂറത്ത് ആലി ഇംറാനാണ്. ഖുർആൻ എടുത്ത് വെച്ച് ഓതിയാൽ മതി. ആ സ്ക്രീനിൽ കണ്ടോന്നാ നിൽക്കണ്ട. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ആലി ഇംറാൻ, ആ സൂറത്തിലെ 73-ാമത്തെ ആയത്തും 74-ാമത്തെ ആയത്തും അത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും കണ്ടായാലും കാണാതെ ആയാലും അത് ഓതുക, പതിവായി ഓതുക. എന്നിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ അത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും വേണം. ആ രണ്ടായത് ഞാൻ ഓതി കേൾപ്പിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനകും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ് ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅതാ അഹദും മിസ്ല മാ ഊതീതും ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബികും ഖുൽ ഇന്നൽ ഫളല ബിയദില്ലാഹ് യുഅതീഹി മൻ യശാഅ വല്ലാഹു വാസിഉൻ അലീം. അത് 73-ാമത്തെ ആയത്ത്. ഇനി 74-ാമത്തെ ആയത്താണ് അടുത്തത്. യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഅ വല്ലാഹു ദുൽ ഫളിൽ അലീം. ഈ രണ്ടായത്തുകളാണ് പതിവാക്കേണ്ടത്. ഈ രണ്ടായത്തുകൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക, ഓതുക, എന്നിട്ട് ദുആ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഖൈറായ ജോലി ലഭിക്കും. അല്ലാഹു നൽകുമാറാകട്ടെ. ഒന്നുകൂടി ആയത്ത് ഓതി തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനകും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ് قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء والله ذو الفضل العظيم. إن شاء الله ഈ ആയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഓതുക, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക, ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ ഹലാലായ ശമ്പളം ലഭിക്കുന്ന ജോലി നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.